ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ MR അജിത് കുമാറിനെതിരായ നടപടിയിൽ സർക്കാർ വെട്ടില്ല എന്ന വാർത്ത ശരിവെച്ച് മുഖ്യമന്ത്രി. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ കോടതിയിൽ പോകും. അങ്ങനെ വന്നാൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നും VD സതീശൻ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച രക്ഷാപ്രവർത്തനം എന്ന കേസ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിവൈകാരികമാണ്. അതുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണമാണ് നടന്നത്. SIT റിപ്പോർട്ടും സമർപ്പിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോൾ കോൺഗ്രസിന് തീരാ തലവേദനയായി മാറുകയാണ്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിന്റെ അന്വേഷണം ADGP MR അജിത് കുമാർ ഇടപെട്ട് അട്ടിമറിച്ചു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിനെ സാധൂകരിക്കുന്ന മൊഴിയുമുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിലുള്ള തെളിവുകൾ ദുർബലമാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നതും. DGPയായി പ്രമോഷൻ ലഭിക്കുന്നതിന് മുൻപ് ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങളുടെ ചോദ്യം. പക്ഷേ അതിനുള്ള സാധ്യത അടയുകയാണ്. അതാണെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിലും പ്രതിഫലിച്ചത്. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കുന്നത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുകയാണ് DGP. SIT വീണ്ടും പരിശോധന നടത്തി ആ വ്യക്തത വരുമ്പോഴത്തേക്കും സമയം അതിക്രമിക്കും. പക്ഷേ അപ്പോഴേക്കും നടപടി ഉണ്ടാകുമോ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോകും. കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടിയെടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ അന്ന് അടികൊണ്ട ഇപ്പോഴത്തെ MLA AD തോമസ് അതിവൈകാരികമായാണ് പ്രതികരിക്കുന്നത്. MR അജിത് കുമാറിനെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ, P ശശിയെ പോലുള്ള ഒരു ക്രിമിനലുമായി ചേർന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ക്രിമിനലിനെതിരെയുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ നടപടി എടുക്കാൻ തക്ക കരുത്തും ആത്മാഭിമാനവുമുള്ള സർക്കാരാണ് കേരളത്തിലുള്ളത്. ADGP MR അജിത് കുമാറിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിട്ടിയ അതേ സംരക്ഷണം ഈ UDF സർക്കാരിന്റെ കാലത്ത് ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം കോൺഗ്രസിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരം സർക്കാരിന്റെ നടപടി എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കും. സജികുമാറിനൊപ്പം R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.